അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം തുടരുന്നു. 11 ദിവസത്തെ നിരാഹാര സമരം കൂടി ആകുമ്പോഴും അനുനയ നീക്കത്തിനായി സർക്കാർ ശ്രമിക്കുമെന്നാണ് ആശമാരുടെ പ്രതീക്ഷ. സ്വന്തം നിലയ്ക്ക് അധിക വേതനം നൽകാൻ 10-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നെങ്കിലും സർക്കാർ അനുമതി ലഭിക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ നിരസിച്ചു സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് വാദം. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നയപരമായ തീരുമാനമില്ലെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്തെ ലഹരി വിപത്തിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കും. വിദഗ്ധരും വിദ്യാർത്ഥി യുവജന സംഘടനകളും സിനിമ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാഗ്പൂരിലെ RSS ആസ്ഥാനത്തെത്തും. RSS 100 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. RSS സംഘചാലക് മോഹൻ ഭഗവതിനൊപ്പം പ്രധാനമന്ത്രി വേദി പങ്കിടും. മ്യാൻമറിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കൂടുതൽ പേർ ഇനിയും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. സൗദി അറേബ്യയിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടതോടെയാണ് റംസാൻ 29 പൂർത്തിയാക്കി വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. മാസപ്പിറ കണ്ടതോടെ UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും സ്ഥിരീകരിച്ചു. XAI സ്റ്റാർട്ടപ്പിന് വേണ്ടി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X $33 ബില്യൺ വിറ്റ് ഇലോൺ മസ്ക്. XAIയുടെ വിപുലമായ AI ശേഷിയും വൈദഗ്ധ്യവും അപാരമായ സാധ്യതകൾ തുറക്കുമെന്ന് മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു. കേരളത്തിൽ അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ കിട്ടും. എങ്കിലും പകൽ താപനിലയിൽ വലിയ മാറ്റമുണ്ടാകും. കൊച്ചിയിൽ വൻ MDMA വേട്ട. നഗരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്നാണ് ലഹരി കണ്ടെത്തിയത്. എളപ്പക്കരയിൽ നിന്ന് 500 ഗ്രാം MDMAയുമായി മുഹമ്മദ് നിഷാദിനെയും ആലുവയിൽ നിന്ന് 47 ഗ്രാം MDMAയുമായി ഷാജിയെയുമാണ് പിടികൂടിയത്. കണ്ണൂർ കൂട്ടുപുഴയിൽ പോലീസ് ചെക്ക് പോസ്റ്റിൽ വൻ MDMA വേട്ട. ശനിയാഴ്ച രാവിലെ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കാറിൽ കടത്താൻ ശ്രമിച്ച ഏകദേശം 100 ഗ്രാം വരുന്ന MDMAയുമായി മലപ്പുറം സ്വദേശികൾ പിടിയിൽ. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അലി, സഫ്ഹാൻ, ബാദുഷ എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിന്റെ പിൻസീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിൽ വൻ MDMA വേട്ട. 350 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരാണ് പരപ്പനങ്ങാടി എക്സൈസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടികൂടിയത്. തൃശൂർ കാട്ടൂർ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ MDMAയുമായി യുവാക്കൾ അറസ്റ്റിൽ. കാട്ടൂർ സ്വദേശി സുജിത്, ഇഴപ്പുള്ളിക്കര സ്വദേശി അജിത്, ജെറിൻ എന്നിവരാണ് പിടിയിലായത്. തൃശൂരിൽ ബാലികയെ ലൈംഗിക പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച കരാട്ടെ ട്രെയിനർക്ക് പോക്സോ കോടതിയുടെ ശിക്ഷ. അയ്യന്തൂർ സ്വദേശി സുരേഷ് കുമാറിനെയാണ് തൃശൂർ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2023 കരാട്ടെ പരിശീലനത്തിനായി എത്തിയ 10 വയസ്സുകാരിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തൃശൂർ പാവറട്ടിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവായി. ആനക്കര സ്വദേശി അഭിഷേകിനെയാണ് കാപ്പ ചുമത്തിയത്. 6 മാസക്കാലത്തേക്കാണ് പ്രതിയെ നാടുകടത്താൻ ഉത്തരവ്. കൊല്ലത്ത് ഫാം തൊഴിലാളിയെ വെട്ടിയ കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഏരൂർ ഭാരതീയപുരം രതീഷ് ഭവനിൽ രതീഷിനെയാണ് റിമാൻഡ് ചെയ്തത്. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. ഫാം ഓയിൽ തൊഴിലാളി പ്രതീഷിനെ കോടാലി കൊണ്ടാണ് പ്രതി വെട്ടിയത്.
കൊച്ചി റിഫൈനറിൽ നിന്ന് പുറത്തുവന്ന രാസമാലിന്യമായ കാറ്റലിസ്റ്റ് കൊണ്ട് നിറയുകയാണ് അയ്യൻകുഴി പ്രദേശം. വായു ജല ശബ്ദ മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുകയാണ് അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾ. അയ്യൻകുഴി നിവാസികളുടെ സമരം 140 ദിവസം പിന്നിട്ടു. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ഉടമ്പടിയിൽ നാവിക അഭ്യാസത്തിന്റെ 14ാമത് പതിപ്പ് ചെന്നൈയിൽ ആരംഭിച്ചു. ഏപ്രിൽ 2 വരെയാണ് പരിപാടി. ഇന്ദ്ര എന്ന പേരിലായിരിക്കും അഭ്യാസ പ്രകടനം നടക്കുന്നത്. ഇരു നാവികസേനകളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ കാണിക്കുന്നതാണ് അഭ്യാസ പ്രകടനം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 21 മുതൽ 27 വരെ സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നടക്കും. പരിപാടിയുടെ പ്രാദേശിക സംഘാടക സമിതി യോഗം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും കൂടുതൽ പണം അനുവദിക്കണമെന്ന നിരീക്ഷണ സമിതി സണ്ണി ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആറളം ഫാം നിരീക്ഷണ സമിതി യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. മേഖലയിലെ 35 ഏക്കറോളം പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ചു. ഇതിനായി 2 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചതായും അധികൃതർ യോഗത്തിൽ അറിയിച്ചു. കാട്ടാനകൾ താവളമാക്കാനിടയുള്ള കൂടുതൽ പ്രദേശങ്ങളെ അടിക്കാടുകൾ വെട്ടുന്നതിന് ആവശ്യമായ പണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ലഭ്യമാക്കണമെന്ന് യോഗം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിവിധ തസ്തികകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചു. ആകെ 71 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് NCERTയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 24 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. തൃശൂർ കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധീകരിച്ച ഫ്ലേവർ പ്ലാന്റ് ഉദ്ഘാടനം സുരേഷ് ഗോപി MP നിർവഹിച്ചു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടു കൂടിയാണ് പ്ലാന്റ് പുനരാരംഭിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കോട്ടക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള മട്ടുപാവ് കൃഷി മൺചട്ടി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫും പുതുവസ്ത്രവും വിതരണവും നടത്തി. നെടുമങ്ങാട് സാംസ്കാരിക വേദി ചെയർമാൻ ശ്രീകുമാറും മുൻ നഗരസഭാ ചെയർമാൻ K സോമശേഖരൻ നായരും ചേർന്ന് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ വെങ്കിടങ്ങിൽ SSLC വിദ്യാർത്ഥികൾ യൂണിഫോം വസ്ത്രങ്ങൾ സ്കൂളിൽ തിരിച്ചു നൽകി മാതൃകയായി. ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് എന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി എരാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥികൾ യൂണിഫോം വസ്ത്രങ്ങൾ സ്കൂളിൽ തിരിച്ചു നൽകിയത്. 250ഓളം യൂണിഫോം വസ്ത്രങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഇതുവഴി സ്കൂളിൽ ശേഖരിക്കാൻ. തിരുവനന്തപുരത്ത് കടൽ സംരക്ഷണത്തിനായും ലഹരിക്കെതിരെയും ഏകതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് എറിക് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാൻ ഡോക്ടർ ക്രിസ്തു ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃശൂർ മണലൂരിൽ കൊടകര കുഴൽപ്പണ കേസിൽ BJP ഒഴിവാക്കി EDയുടെ നിലപാടിനെതിരെ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗം ജില്ലാ കമ്മിറ്റി അംഗം S കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് BJPയെ സംരക്ഷിക്കാൻ കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ച ED നടപടിയിൽ പ്രതിഷേധിച്ച് CPIM പൂവത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടന്നു. പ്രകടനം യോഗവും ഏരിയ കമ്മിറ്റി അംഗം SS ബിജു ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം B സതീശൻ അധ്യക്ഷനായി. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. നിലവിൽ വനംവകുപ്പ് അധീനതപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല.
ശുചിത്വ ബോധവൽക്കരണത്തിനായി ചിത്രങ്ങൾ ഒരുക്കി ഒരു കലാകാരൻ. തൃശൂർ മച്ചാട് സ്വദേശി ഷാജു കുറ്റിക്കാടിനാണ് പെയിന്റിങ്ങുകൾ തീർത്തത്. ശുചിത്വ സുന്ദര മച്ചാട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഷാജു ചിത്രങ്ങൾ ഒരുക്കിയത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ആശാപ്രവർത്തകർക്ക് അല്പം ആശ്വാസമേകുന്ന ബജറ്റാണ് നഗരസഭ അവതരിപ്പിച്ചത്. കുടിവെള്ള പദ്ധതിയും മുൻതൂക്കം നൽകുന്ന ബജറ്റ് വൈസ് ചെയർമാൻ കെ ശിബുരാജൻ അവതരിപ്പിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ദ്വിദിന സൈബർ സുരക്ഷാ ശില്പശാല നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തൃശൂർ വെള്ളാനിക്കരയിൽ കാർഷിക സർവകലാശാല ജനറൽ കൗൺസിലിന് മുന്നിൽ പെൻഷൻകാരുടെ പ്രതിഷേധം. പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജനറൽ കൗൺസിലിന് മുന്നിൽ ധർണ നടത്തി. കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച അധ്യാപക, അനധ്യാപക, തൊഴിലാളി വിഭാഗം പെൻഷൻകാരുടെ ആനുകൂല്യങ്ങളാണ് നൽകാത്തത്. കോഴിക്കോട് ഹോട്ട്സ്പോട്ടുകളിൽ ലഹരി പരിശോധന ശക്തമാക്കി പോലീസും എക്സൈസും. ജില്ലയിലെ വിവിധ ഹോട്ട്സ്പോട്ടുകളിലാണ് പരിശോധന നടത്തിയത്. ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് നടന്നത്. തൃശൂരിൽ സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടക്കുന്ന ഡി ഹണ്ടിന്റെ ഭാഗമായി പിടിച്ചെടുത്ത കഞ്ചാവും MDMA നശിപ്പിച്ചു. തൃശൂർ സിറ്റി ഡ്രഗ്സ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി വടശ്ശേരിക്കോണം ജുമാ മസ്ജിദ് നാടിന് മാതൃകയായി. ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഉണർവ് പരിപാടിയുടെ ഭാഗമായി നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നാടിന് മാതൃകയായി. വർക്കല പോലീസ് ഗ്രേഡ് SI CJ ബിജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മലപ്പുറം ചങ്ങരംകുളത്ത് ലഹരിക്കെതിരെ കാലോചിത നിയമനിർമ്മാണം നടപ്പാക്കാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് മന്ദാവൂർ ഇർഷാദിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെ ടേബിൾ ടോക്കിൽ അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരെ നടന്നു വന്നിരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ച പരിപാടി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഇടപ്പാൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ലഹരി ഉപയോഗത്തിനെതിരെയായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ യാത്ര വാർഡ് മെമ്പർ ആന്റോ തുറയിൽ ഉദ്ഘാടനം ചെയ്തു. AR റോഡ്, ബൈപ്പാസ് റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര പെരിങ്ങോട്ടുകര നാലുംകൂട്ടിയ സെന്ററിൽ സമാപിച്ചു. തൃശൂർ കാഞ്ഞാണി അന്തിക്കാട് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 1 നടക്കുമെന്ന് അറിയിച്ചു. അന്തിക്കാട് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ പ്രവർത്തന മേഖലയായി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി അന്തിക്കാട് സെന്ററിൽ പ്രവർത്തിച്ചു വരികയാണ്. സാധാരണക്കാരുടെ അഭയ കേന്ദ്രമായി സർക്കാർ നിയന്ത്രണത്തോടെയാണ് പ്രവർത്തനം. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് സദസ്സും റാലിയും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കട്ടൈക്കോട് വിഗ്യാൻ കോളേജ് ലഹരി വിരുദ്ധ റാലി നടത്തി. കട്ടൈക്കോട് ശാസ്തഗിരിയിൽ പ്രവർത്തിക്കുന്ന വിഗ്യാൻ കോളേജിലെ NSS വിദ്യാർത്ഥികളാണ് ലഹരി വിരുദ്ധ റാലിയും പ്രതിജ്ഞയും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചത്. ആധുനിക ലോകത്തെ ഭീഷണിയായി വളർന്നു വരുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റാലി. സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ CPIMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രി ഏരിയ തല ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം DK മുരളി MLA നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി KP പ്രമോഷ് അധ്യക്ഷൻ. മലപ്പുറം എടപ്പാൾ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി എടപ്പാൾ ചുങ്കത്ത് നിന്ന് ആരംഭിച്ച വിളംബര റാലി അംശ കച്ചേരിയിൽ സമാപിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ നിർവഹിച്ചു. തൃശൂർ അമ്മാടം പാറളത്തെ മഹാത്മാ LP സ്കൂളിന്റെ 77ാമത് ആനുവൽ ഡേ ആഘോഷിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു.
4ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ചു പോകുന്ന കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണവും ചടങ്ങിൽ നടന്നു. തൃശൂർ ഗുരുവായൂർ ദേവസ്വം വാദ്യകലാ വിദ്യാലയത്തിന്റെ 49ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു. ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ അധ്യക്ഷനായി. കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടി മാരാർ മുഖ്യാതിഥിയായി. മലപ്പുറം വളാഞ്ചേരി MES കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറിയ പെരുന്നാൾ ദിവസം രാവിലെ 7 നടക്കുന്ന ഈദ്ഗാഹിന് വളാഞ്ചേരി മസ്ജിദ് റഹ്മാൻ ഖത്തീബ് പി അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകും. ഈ വർഷത്തെ ഈദ്ഗാഹിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി സംഖ്യ വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്കും പകുതി പലസ്തീൻ ഫണ്ടിലേക്കും നൽകുവാൻ തീരുമാനിച്ചതായി സംഘാടകർ അറിയിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് പുറമെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയമായ തൃശൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. PR സുനിൽകുമാർ MLA, മുൻ MP TN പ്രതാപൻ തുടങ്ങിയവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. തൃശൂർ വെങ്കിടങ്ങിൽ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. അശരണരുടെയും കഷ്ടപ്പെട്ടവരുടെയും കണ്ണീരൊപ്പാൻ CH മുഹമ്മദ് കോയ എന്നും മുന്നിലായിരുന്നുവെന്ന് ഓണംപള്ളി മുഹമ്മദ് ഫൈസി. തിരുവനന്തപുരം നെടുമങ്ങാട് മഞ്ച പൊന്നുമംഗലം തമ്പുരാൻ ക്ഷേത്രവും നഗരസഭയിലെ THS വാർഡും സംയുക്തമായി മതസൗഹാർദ്ദ സ്നേഹവിരുന്ന് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇഫ്താറിൽ സമീപ പ്രദേശങ്ങളിലെ മുസ്ലിം പള്ളി ഇമാമും ചർച്ച് വികാരിയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ജാതി മത ഭേദമന്യേ പങ്കെടുത്തു. തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ച പ്രധാനമന്ത്രിക്ക് അഭിനന്ദന കത്തയച്ച ആലപ്പുഴ തലവഴി പഞ്ചായത്തിലെ 11ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 369 രൂപയായി വർദ്ധിപ്പിച്ചതിന് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പോസ്റ്റ് കാർഡാണ് അയച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മജിദ് കുമാർ പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാവറട്ടി വില്ലേജ് ഓഫീസിന് കെട്ടിട നിർമ്മാണത്തിന് 45 ലക്ഷം രൂപ അനുവദിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ കേരളത്തിലെ സ്മാർട്ട് റവന്യൂ ഓഫീസുകൾക്കെന്ന പദ്ധതിക്കായി 2950 ലക്ഷം രൂപയ്ക്കുള്ള ഭരണാനുമതി നൽകി. സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. മണലൂർ നിയോജക മണ്ഡലത്തിലെ മണലൂർ വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് 45 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. മുരളി പെരുന്നള്ളി MLAയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പാവറട്ടി വില്ലേജിനെ ഇതിൽ ഉൾപ്പെടുത്തിയത്. പാലക്കാട് പട്ടാമ്പിയിലെ പൊതു ശ്മശാനം തുറക്കാൻ നടപടിയാകുന്നു. ശ്മശാനത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഉടൻ നിർമ്മാണം പൂർത്തിയാക്കി ശ്മശാനം ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് നഗരസഭ അറിയിച്ചു. സംരക്ഷണമില്ലാതെ കാട് മൂടി പാലക്കാട് പന്നിയൂർക്കുളം നാശത്തിന്റെ വക്കിൽ. വേനൽക്കാലത്തും ജലസമൃദ്ധമായ കുളമാണ് ജനങ്ങൾക്ക് പ്രയോജനമില്ലാതെ കിടക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ ഇടപെട്ട് കുളം സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആലപ്പുഴ ചെങ്ങന്നൂരിലെ വെൺമണി ചാർങ്ങക്കാവ് പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന ആവശ്യം. പാലത്തിന്റെ പണി 1.5 വർഷം മുൻപ് ആരംഭിച്ചെങ്കിലും പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് ഉണ്ണിക്കണ്ണന്റെ ശില്പം സ്ഥാപിച്ചു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ക്ഷേത്രത്തിലെ കന്നിപ്പുറം കൃഷ്ണനിവാസിൽ വെങ്കടേശ്വരനാണ് ശില്പം. തൃശൂർ SNDP യോഗം മനക്കുടി ശാഖയുടെ ശ്രീനാരായണ ഗുരു മന്ദിരത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ ദിനം നടന്നു. സ്വാമി ആനന്ദഗിരി പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ കാർമ്മികനായി. ശാഖാ പ്രസിഡന്റ് പുരുഷോത്തമൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷനായി. അന്തരിച്ച പ്രമുഖ ഫോട്ടോഗ്രാഫറും നടനുമായ NL ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഫെസ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ NNB ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ
പ്രേംലാൽ പട്ടാഴി ഒന്നാം സ്ഥാനം നേടി. ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ, ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് പുരസ്കാരം കൈമാറി. തൃശൂരിൽ ഭരണി അന്നദാന മഹായജ്ഞം സംഘടിപ്പിച്ചു. ഭരണി അന്നദാന യജ്ഞ സമിതിയുടെ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിക്ക് രാജരാജ കുഞ്ഞുണ്ണി രാജഭദ്രദീപം കൊളുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ വഴി എടുക്കുന്ന ടിക്കറ്റുകൾ ഓൺലൈൻ വഴി റദ്ദാക്കുന്നതിനുള്ള സൗകര്യമൊരുക്കി ഇന്ത്യൻ റെയിൽവേ. IRCTC വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഓൺലൈൻ വഴി റദ്ദാക്കിയ ടിക്കറ്റിന്റെ പണം റിസർവേഷൻ കൗണ്ടറിലെത്തി വേണം തിരിച്ചു വാങ്ങാൻ. റീസെൻസറിംഗ് കഴിഞ്ഞ എമ്പുരാൻ റീ എഡിറ്റിംഗ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും. ആദ്യം 30 മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും. കേന്ദ്ര സർക്കാരിനെതിരെയായവരെ ദേശീയ ഏജൻസി കേസിൽ എടുക്കുന്നതിനായി കാണിക്കുന്ന ഭാഗങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തും. സൗബിൻ ഷാഹിർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. തട്ടും വെള്ളാട്ടം എന്ന ചിത്രത്തിന്റെ പേര്. തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന സിനിമയുടെ രചന കെ അഖിലും മൃദുലും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രം മരണമാസിന്റെ പ്രൊമോ സോങ് പുറത്ത്. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഇലക്ട്രോണിക് കിളി സംഗീതം പകർന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് വിജയ് ആനന്ദാണ്. ചിത്രം വിഷു എന്ന തിയേറ്ററുകളിലെത്തും. അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രം വീരധീര സൂരൻ വിക്രമിന്റെ കംബാക്ക് എന്ന ആരാധകർ. ചിത്രത്തിൽ കേരളത്തിലും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചിത്രം കേരളത്തിൽ നിന്നും വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വിക്രം സിനിമയ്ക്ക് കേരളത്തിൽ വലിയ വരവേൽപ്പ് ലഭിക്കുന്നത്. 6.65 കോടിയാണ് തമിഴ്നാട്ടിലെ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ. ഷാഹിദ് കപൂറിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം ദേവ OTTയിൽ റോഷൻ ആൻഡ്രൂസിന്റെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായിരുന്നു ദേവ. ജനുവരി 31 തിയേറ്ററുകളിലെത്തുക. പ്രമുഖ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും, രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. ഉച്ചയ്ക്ക് 3:30 ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് 2ാം തോൽവി. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് 36 റൺസിന് തോൽവി ഏറ്റുവാങ്ങി. 41 പന്തുകളിൽ 63 റൺസെടുത്ത ഓപ്പണർ സായ് സുദർശനാണ് ടൈറ്റൻസിന്റെ ടോപ്പ് സ്കോർ. ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഇന്നലെയുണ്ടായ IPL മത്സരത്തിൽ സൂര്യകുമാർ യാദവിന്റെ ഹെൽമെറ്റിൽ ബോൾ കൊണ്ടു. മുംബൈ ഇന്നിംഗ്സിന്റെ 14ാം ഓവറിൽ സൂര്യകുമാർ യാദവ് ഒരു ചെറിയ സ്ലോ ബോൾ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഹെൽമെറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടുകയായിരുന്നു. ബോൾ കൊണ്ടപ്പോൾ ആരാധകർ തന്റെ ആശങ്കകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർത്ത ബംഗളൂരു FC സെമി ഫൈനലിൽ. ആദ്യ പകുതിയിൽ 2 ഗോളുകളും 2ാം പകുതിയിൽ 3 ഗോളുകളുമായി ബംഗളൂരു കളം നിറക്കുകയായിരുന്നു. സെമിയിൽ FC ഗോവയുമാണ് ബംഗളൂരുവിനെ ഏറ്റുമുട്ടി. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകും.